ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. അപ്പം അങ്ങനെ മഴയൊന്നും ഇല്ല കേട്ടോ. മഴയൊക്കെ പോയി വെയിലൊക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്കൊന്ന് ചിലപ്പോൾ ഒന്ന് ചാറി വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അയില മീനുണ്ടല്ലോ, അയില മീൻ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അയില വാങ്ങി നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി വച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ഇങ്ങനെ അയില കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അയിലക്കറി ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് പൊട്ടിച്ചു കേട്ടോ. അതിന് ശേഷം ഉലുവയും കൂടി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ഒക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി, സാധാരണ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി തൊലിയൊക്കെ കഴുകി നന്നാക്കി അതങ്ങനെ കുറച്ച് കീറിയിട്ട് അതും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഒരിത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി, നല്ലൊരു പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും കൂടി അരച്ചതും കൂടി ചേർത്ത് നമുക്ക് ഈ സവോള ചെറിയ ഉള്ളിയിൽ കിടന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി, അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചുമന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെല്ലുമ്പോൾ അതിലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ ഇങ്ങനെ വഴൻ്റെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി. സാധാരണ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ. സാധാരണ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ്. 2 ടീസ്പൂണ് ആ മുളക് പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. നല്ലൊരു ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചുവന്നുള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് മീൻ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മസാലയും വെള്ളം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് പാകാക്കി എടുക്കണം. അതിന് ശേഷം അതിലേക്ക് 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ആ ഗ്രേവി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഗ്രേവിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ തിളച്ചൊരിതും ചെറുതായിട്ടൊന്ന് കുറുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ. 2 ചുള കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്താനായിട്ട്. ആ കുടംപുളിയും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതേവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലല്ലോ. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. ആ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ആ ഗ്രേവി നല്ലപോലെ തിളപ്പിച്ച് നമുക്കൊന്ന് പാകാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്കൊന്ന് ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് നല്ലപോലെ പാകമായി കുറുതാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അയില മീൻ നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ അയില മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഓരോന്നോരോന്നായി നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഒന്നും തൊടാണ്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇട്ടതിന് ശേഷം അങ്ങനെ അധികം അങ്ങനെ ഇളക്കാൻ പാടില്ല, അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചിറ്റിക്കാനേ പാടുള്ളൂ. മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടു. അതിന് ശേഷം ജസ്റ്റ് കുഴിൽ വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു, ഒന്ന് ഇളക്കിയെടുത്തു. അങ്ങനെ ഒരുപാട് അങ്ങനെ ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്നും തൊടാണ്ട് അങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ കുറച്ച് നേരം നല്ലപോലെ തിളച്ച് കുറച്ച് നേരം കിടന്നൊന്ന് വേവണം. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടപ്പിട്ട് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞാൽ അത് അടപ്പ് തുറന്നു. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറിയൊക്കെ നല്ലപോലെ തിളച്ച് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി മീൻകറി തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് സാധാരണ മീൻകറി ഉണ്ടാക്കാറ്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. മീൻ കറി റെഡി ആയിട്ടോ. അപ്പം മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ലൊരു ടേസ്റ്റി മീൻ കറി തന്നെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.